വി ഡി സതീശിനു വേണ്ടി പാലായിൽ പ്രത്യേക പ്രാർത്ഥന. മെയ് മാസ വണക്ക പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രവർത്തകർ രസീതെടുത്തു. പാലായിൽ കെ.സി. വേണുഗോപാലിന് വേണ്ടി ഫ്ലെക്സ് ഉയർന്നതിന് പിന്നാലെയാണ് പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ഒരു വിഭാഗം രംഗത്തെത്തിയത്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഏതെങ്കിലും രസകരമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇത്തരം രസീതെടുക്കൽ, പ്രത്യേക പ്രാർത്ഥന, അതിനുവേണ്ടി മറ്റൊരു ഭാഗത്ത് ഫ്ലെക്സ്. അനുജ, തീർച്ചയായിട്ടും പ്രവർത്തകർ അവരുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും നേതാക്കൾക്ക് നൽകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ടതാണ് ഫ്ലെക്സുകൾ, കെ.സി. വേണുഗോപാലിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട്, അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി കോട്ടയം ജില്ലയിൽ വരുന്നു. ഇന്ന് കോട്ടയം DCCയുടെ മുൻവശത്ത് ആകമാനം ഈ ഫ്ലെക്സുകൾ നിറഞ്ഞിരിക്കുകയാണ് കെ.സി. വേണുഗോപാലിന് വേണ്ടി. ഇന്നലെ ഗാന്ധി സ്ക്വയറിൽ വന്നൊരു ഫ്ലെക്സിൽ കരി തേച്ച ഒരു സംഭവം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് വ്യാപകമായിട്ട് ഫ്ലെക്സുകൾ വന്നത്. പാലായിലും സമാനമായ രീതിയിൽ കെ.സിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഫ്ലെക്സുകൾ വന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് അമരോദ്ഭവ ജൂബിലി കുരിശുപള്ളിയിൽ ഒരു മെയ് മാസ വണക്ക പ്രാർത്ഥനയ്ക്ക് വേണ്ടി വി ഡി സതീശന്റെ പേരിൽ ഒരു രസീത് എടുത്തിരിക്കുന്നത്. അതും 1500 രൂപ മുടക്കിയാണ് ആ രസീത് എടുത്തിരിക്കുന്നത്, പ്രാർത്ഥന നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും മധ്യ കേരളത്തിൽ വലിയ വിജയമാണ് UDFന് നേടാൻ സാധിച്ചത്. പ്രത്യേകിച്ചും കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളും അവർക്ക് നേടാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ MLA-മാരുടെയൊക്കെ പിന്തുണ ആർക്ക് എന്നതുള്ളത് നിർണായകമാണ്. ഇതിനോടകം തന്നെ പല ആളുകളും ആ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രമുഖ നേതാക്കൾ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള പ്രമുഖ നേതാക്കളും മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ പിന്തുണ ആർക്ക് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്തായാലും അണികൾ, താഴെത്തട്ടിലുള്ള പ്രവർത്തകർ അവരുടെ പിന്തുണ ആർക്കെന്ന് ഇതിനോടകം തന്നെ ഈ ചെയ്തികളിലൂടെ എല്ലാം തന്നെ അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.